അപ്പം ഇന്നത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഗൂഗിളിൻ്റെ പിക്സൽ 6 സീരീസ് മുതലുള്ള ഫോണുകളിൽ 5 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുമെന്നുള്ള കാര്യം അവരിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ പിക്സൽ ഫോൾഡിലും 5 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഫോൺ ലോഞ്ച് ചെയ്തതിന് ശേഷം അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൻ്റെ കാലാവധി കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഓപ്പൺ എ ഐ റീസണിങ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഓവൺ എ ഐ മോഡലിൻ്റെ ഫുൾ വെർഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം പ്രോ പ്ലാനിന് $200 മാസം വരുന്നത്, അതായത് 16,900 രൂപ പ്രൈസ് റേഞ്ച് മുതൽ. പിന്നെ മോട്ടോറോളയുടെ മോട്ടോ റേസർ 50 അൾട്ര, അതുപോലെ തന്നെ മോട്ടോ എഡ്ജ് 50 നിയോ എന്നീ ഫോണുകളുടെ മോസ് എന്നുള്ള കളർ ഓപ്ഷൻ ഇപ്പം റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു മോട്ടോ റേസർ 50 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോൺ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണാണ്. ഇപ്പം ഇതിൽ 6.9 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 165 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുറത്ത് 4 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയ്ക്കാണ് വരുന്നത്. 4000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ എഡ്ജ് 50 നിയോയിൽ 6.4 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7300 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+10+13 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 4310 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ വാട്സപ്പിൽ പുതിയൊരു ഫീച്ചർ അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. റിയൽ ടൈം ടൈപ്പിംഗ് ഇൻഡിക്കേറ്റർ എന്നുള്ള ഒരു ഫീച്ചർ ചാറ്റിൽ വന്നിട്ടുണ്ട്. അതായത് ചാറ്റിൽ അടിയിൽ തന്നെ ആരെങ്കിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൈനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. ചെറിയൊരു അപ്ഗ്രേഡ് ആണ്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പിന്നെ യുലേഫോൺ എന്ന ബ്രാൻഡിൻ്റെ യുലേഫോൺ ആർമർ മിനി 20 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു ഫോണിൽ 4.7 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലാണ് വരുന്നത്. പഞ്ച്വൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 50+64 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പം നൈറ്റ് വിഷൻ ക്യാമറ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 6200 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വില വരുന്നത് $199 ആണ്, അതായത് 16,500 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഓപ്പോ X8 പാഡ് എന്നുള്ള പുതിയൊരു ടാബ്ലറ്റ് വരാൻ പോകുന്നുണ്ട്. ഇപ്പം ഇത് ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആയിരിക്കും. ഇപ്പം ഇതിൽ 8.8 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ MediaTek Dimensity 9400 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഷോമിയുടെ 15 അൾട്രയുടെ ലോഞ്ച് 2025 ജനുവരിയിലോട്ട് പോസ്റ്റ്പോൺ ചെയ്തു എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ഷോമിയുടെ ഇനി വരാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊക്കെ ഇതിൽ വരും. 6.7 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. കോഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ മികച്ചൊരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ മോട്ടോറോളയുടെ എഡ്ജ് 50 ഫ്യൂഷൻ എന്നുള്ള സ്മാർട്ട് ഫോണിൽ Android 15 ബേസ് ആയിട്ടുള്ള അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. പിന്നെ സാംസങ് S25 ഇപ്പം ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ കോറിൽ 2358 പോയിൻറ്റും മൾട്ടി കോറിൽ 8211 പോയിൻറ്റുമാണ് ഈ ഫോണിൽ ലഭിച്ചിരിക്കുന്നത്. 12 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. റിയൽമിയുടെ റിയൽമി നിയോ 7 എന്നുള്ള സ്മാർട്ട് ഫോണിൽ BOEയുടെ S2 സ്ക്രീൻ വരുമെന്നുള്ള കാര്യം അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ചെറിയ ബെസൽസ് ആയിരിക്കും ഇതിൽ വരിക. ബെസൽസിൻ്റെ സൈസ് വരിക 1.49 mm മാത്രമായിരിക്കും. പിന്നെ 80 LTPO ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പീക്ക് ബ്രൈറ്റ്നസ് വരിക 6000 നിറ്റ്സ് ആയിരിക്കും. പിന്നെ 2600 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ സ്റ്റാർഷിപ്പ്, മീറ്റിയോറൈറ്റ് ബ്ലാക്ക്, അതുപോലെ തന്നെ സബ്മറൈൻ ബ്ലൂ എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇനി മുമ്പുള്ള റിപ്പോർട്ടുകളനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 9300+ എന്ന പ്രോസസ്സറായിരിക്കും വരിക. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 7000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ചൈനീസ് മാർക്കറ്റിൽ December 11 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഗൂഗിൾ പിക്സൽ 9യുടെ ലൈവ് ഇമേജസും കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഒരു പഞ്ച്വൽ ഡിസൈനാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 6.3 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. ഗൂഗിൾ ടെൻസർ G4 ചിപ്പായിരിക്കും ഇതിൽ വരിക.
5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറായിരിക്കും വരിക. IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫോണിൻ്റെ വില വരിക $499 ആയിരിക്കും, അതായത് 42,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. പിന്നെ വൺ പ്ലസിൻ്റെ എയ്സ് മിനി എന്ന പേരിൽ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. അപ്പം ഡിസ്പ്ലേ സൈസ് 6.3 ഇഞ്ച് മാത്രമേ വരുള്ളൂ. അപ്പം കൂടുതൽ ബ്രാൻഡുകൾ ഇപ്പോൾ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് വിവോയുടെയും അതുപോലെ തന്നെ ഓപ്പോയുടെയൊക്കെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൺ പ്ലസിൻ്റെയും ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോൺ വരാൻ പോകുന്നുണ്ട്. അപ്പം ഇതിൽ 6.3 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 50 മെഗാ പിക്സലിലെ സോണി IMX 906ൻ്റെ മെയിൻ ക്യാമറ സെൻസറായിരിക്കും ഇതിൽ വരിക. ടെക്നോയുടെ ടെക്നോ ഫാൻറ്റം V Fold 2 അതുപോലെ തന്നെ V Flip 2 എന്നീ ഫോൾഡബിൾ ഫോൺസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ടെക്നോ ഫാൻറ്റം V Fold 2ൽ 7.85 ഇഞ്ചിൻ്റെ 2K+ റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റും. 120 Hz റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് ഒരു ഹാഫിലായിട്ട് 6.42 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേയും വരുന്നുണ്ട്. 120 Hz റീഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 9000+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. രണ്ട് ഡിസ്പ്ലേയിലും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ 5750 mAh ബാറ്ററിയും 70 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ 12GB RAM 512GB ഇൻ്റർണൽ വെർഷൻ്റെ വില വരുന്നത് 79,999 രൂപയാണ്. പിന്നെ ടെക്നോ ഫാൻറ്റം V Flip 2ൽ 6.9 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 120 Hz റീഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് അത്യാവശ്യം വലിയ 3.64 ഇഞ്ചിൻ്റെ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. MediaTek Dimensity 8020 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 4720 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 70 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. ഇപ്പം 12GB RAM 256GB ഇൻ്റർണൽ വെർഷൻ്റെ വില വരുന്നത് 34,999 രൂപയാണ്. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലെ പ്രൈസിംഗ് ഒക്കെ അത്യാവശ്യം നല്ല പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണൊക്കെ 1,00,000 രൂപയ്ക്ക് താഴെ നമുക്ക് ലഭിക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഫ്ലിപ്പ് ഫോൺ നമുക്ക് 35,000 രൂപ പ്രൈസ് റേഞ്ചിലും കിട്ടുന്നുണ്ട്. അപ്പം ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സും പ്രൈസിംഗ് ഒക്കെ വളരെ മികച്ച ഫീച്ചേഴ്സും പ്രൈസിംഗ് ഒക്കെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ വൺ പ്ലസിൻ്റെ പല ഫോണുകളിലും ഒരു ഗ്രീൻ ലൈന് വരുന്ന ഇഷ്യൂസ് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ അവർ ഒരു PVX ലെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പുതിയ ഫോണുകളുടെയൊക്കെ മുകളിൽ ഈ ഒരു PVX ലെയർ അവർ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഗ്രീൻ ലൈനൊക്കെ വരാനുള്ള ചാൻസ് കുറയുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പം വൺ പ്ലസിൻ്റെ ഫോണുകളിൽ ഗ്രീൻ ലൈൻ വരികയാണെന്നുണ്ടെങ്കിൽ അവർ ലൈഫ് ടൈം വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പം വൺ പ്ലസിൻ്റെ ഫോണുകളിൽ ഗ്രീൻ ലൈൻ വന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഫോൺ മാറ്റി കിട്ടുന്നതായിരിക്കും. അപ്പം അത് വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പം ഇതേ ഒരു സ്ട്രാറ്റജി മറ്റ് ബ്രാൻഡുകളും കൊണ്ടുവരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസിൽ നോക്കാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.